ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അദ്വൈത ദീപികയിൽ 6-ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഇതിനെ തന്നെ ഉറപ്പിക്കുവാൻ വേണ്ടി ഗുരു ശ്രമിക്കുകയാണ്. അതിൽ ഗുരു സൂചിപ്പിക്കുന്നത് ഉണ്ടില്ല എന്ന്, മുറമാറി അസത്ത് സത്ത് രണ്ടും പ്രതീതം, ഇത് അനാദി തമസ്വഭാവം. രണ്ടും തിരഞ്ഞിടുകൽ ഇല്ല, അസത്ത് രജ്ജുഖണ്ഡത്തിൽ ഇല്ല, ഉരകം ഉള്ളത് രജ്ജു മാത്രം. അപ്പോൾ ഇവിടെ ഗുരു സൂചിപ്പിക്കുന്നത് ഉണ്ട് ഇല്ല, ഉണ്ട് എന്നുള്ള ഭാവം, ഉണ്മ എന്നുള്ള ഭാവം, അതുപോലെ ഇല്ല എന്നുള്ള ഭാവം, ഇത് രണ്ടും മുറ മാറി മാറി വരുന്നുണ്ട്. അത് സത്ത് എന്നും അസത്ത് എന്നും രണ്ടും തോന്നുന്നത് അനാദിയായിട്ടുള്ള തമസിൻ്റെ ഭാവമാണ്, സ്വഭാവമാണ്. തമോ ഗുണത്തിൽ നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ് 3 രീതിയിലുള്ള ഗുണങ്ങളുണ്ട്. തമോ ഗുണം, രജോ ഗുണം, സത്വ ഗുണം. അപ്പം തമോ ഗുണത്തിലാണ് നമുക്ക് മൊത്തം കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്, തെളിച്ചമില്ലാതിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഉണ്ടെന്നും ഇല്ലെന്നും സത്തെന്നും അസത്തെന്നുമൊക്കെ ഈ മാറി മാറി ഈ കാര്യങ്ങളൊക്കെ വന്നു പോകുന്നതിൻ്റെ, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നതിൻ്റെ കാരണം ഈ തമോ ഗുണമാണ്. ഇപ്പം തമസിൽ നമ്മുടെ ബുദ്ധിക്ക് തെളിച്ചമുണ്ടാകുന്നില്ല, അത് മന്ദമായിരിക്കും. അതുകൊണ്ടാണ് ഈ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും ഓരോ ജീവനും മാറണം, അല്ലെങ്കിൽ വളരണം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഈ 3 ഗുണങ്ങളെ എങ്ങനെയാണ് അതിവർത്തിച്ചുകൊണ്ട് ഏറ്റവും ടോപ്പിലുള്ള ഉന്നത തലത്തിൽ, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിലേക്ക് മനസ്സിനെ, ബുദ്ധിയെ കൂട്ടിക്കൊണ്ടു പോകേണ്ടത്. ഇപ്പോൾ അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ നടക്കുന്ന കാലത്ത് അന്നത്തെ സാമൂഹികമായിട്ടുള്ള വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഈ തമോ ഗുണ പ്രധാനമായിട്ടുള്ള ദേവതകളെ ഉപാസന നടത്തുകയും അതിൻ്റെ പ്രീതി കൊണ്ട് ഇവർ ജീവിക്കുകയും ചെയ്തിരുന്നൊരു കാലം. അവിടെയാണ് ചാത്തനെയും മാടനെയും മറുതയെയും ഒക്കെ ഉപാസിച്ചിരുന്ന, പൂജിച്ചിരുന്ന ഒരു കാലം. ഈ ചാത്തനൊക്കെ കൊടുക്കുന്നത് ചാരായമാണ്. ഈ ചാരായം എന്ന് പറയുന്നത് അത് നമ്മുടെ ബുദ്ധിയെ വികലമാക്കുന്നതാണ്. ഇപ്പം തമോ ഗുണ പ്രധാനന്മാരായിട്ടുള്ള ദേവതകളെ ഉപാസിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉപാസിക്കുന്ന ആളുകൾക്കും അതേപോലെയുള്ള ഗുണമേ ഉണ്ടാകൂ. തമോ ഗുണികളായിട്ടുള്ള ഉപാസന നടത്തുന്ന ആരെങ്കിലും ഏറ്റവും സാത്വികമായിട്ടുള്ള തലത്തിലേക്ക്, ആത്മജ്ഞാനത്തിലേക്ക് ഉയർന്നതായിട്ടും ഉണർന്നതായിട്ടും നമ്മൾ കാണുന്നില്ല. കാരണം അവരുടെ ബുദ്ധി എപ്പോഴും ആ തലത്തിൽ മാത്രമാണ്. രജോ ഗുണമാണെങ്കിലും നമ്മൾ ഈ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് അത് ഗ്രഹിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അവർക്കില്ല. അവരിലെപ്പോഴും രജോ ഗുണം മുന്തി നിൽക്കും. അപ്പോൾ സത്വഗുണത്തിൽ വരുമ്പോഴേക്കാണ് നമുക്കിതിനൊരു അടക്കോ ഒതുക്കോ എന്നൊക്കെ പറയും, ആ രീതിയിലേക്ക് വരുന്നത്. മഹർഷിമാരുടെ ഈ ചിന്തകൾ, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ കൂടുതൽ കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഉണ്മയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തമോ ഗുണത്തിൽ നിന്ന് നമ്മൾ രജോ ഗുണത്തിലേക്ക് വളരണം. അങ്ങനെയുള്ള ഉപാസന പദ്ധതിയിൽ നിന്ന്
നമ്മൾ മാറണം. ഗുരു പറഞ്ഞു, ബുദ്ധേഹി വൈകല്യജനകം മദ്യം. ബുദ്ധിക്ക് വൈകല്യം ഉണ്ടാക്കുന്നതാണ് മദ്യം. ആ വൈകല്യം നമ്മൾക്ക് ഇങ്ങനെയുള്ള ചില സൂക്ഷ്മതലങ്ങളിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ നമ്മളങ്ങനെ സ്തംഭിച്ചു നിന്നു പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴോ നമ്മൾക്ക് തീർച്ചയായിട്ടും ഈ സംസാര സമുദ്രത്തിൽ നിന്ന്, അവനവൻ്റെ ഈ സ്വരൂപത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ഈ പോക്കിനെ നമുക്ക് തടയിടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ സ്വരൂപം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. ശ്രേയാംസി ബഹുവിഘ്നാനി. ശ്രേയസ്സിലേക്ക് ഒരുപാട് വിഘ്നങ്ങൾ വന്നു ചേരും. അതിനെ നമ്മൾക്ക് അതിവർത്തിക്കുവാൻ, അത് രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും സത്വഗുണത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് വരുന്നതാണ്. പക്ഷെ അതിനെയൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന സംശയങ്ങളെ അതിവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും ഏവർക്കും സാധിക്കട്ടെ. നമസ്കാരം.